ഇത് കണ്ടില്ലേ, ഒരാൾക്ക് ഒരു കാറ് എന്നുള്ള ആശയത്തിൽ നിന്നും യൂറോപ്പ് കഴിഞ്ഞ 25 ഓഗസ്റ്റ് മുതൽ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു. ഇനി ഒരാൾക്കൊരു കാറിൻ്റെ ആവശ്യമില്ല. 1 കിലോമീറ്റർ റേഡിയസ് സിറ്റിക്ക് മുന്നിൽ നിന്നും കാറുകളെ കംപ്ലീറ്റ് കട്ട് ചെയ്ത്, അതായത് കാറുകളുടെ ഉപയോഗത്തിന്, പ്രൈവറ്റ് കാറുകളുടെ ഉപയോഗത്തിന് കട്ട് ഓഫ് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മാറ്റം ഈ സിറ്റിയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു ലെവലുണ്ട് റോഡ് ക്രോസിങ്ങിലും മറ്റുള്ള പൊല്യൂഷനിലുമൊക്കെ. എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള ഒരു ആശയം കൊണ്ടുവന്നുകൂടാ? അതാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ആശയം, കൗതുകകരമായിട്ടുള്ള ഒരു ആശയം പങ്കുവയ്ക്കാനും ഒരു പുതിയ ചിന്താഗതിയിൽ ഒരു രാജ്യം വരുത്തിയിരിക്കുന്ന മാറ്റത്തിനെ നിങ്ങൾക്കെല്ലാവർക്കും പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 25 മുതൽ അയർലൻഡ് എന്ന് പറയുന്ന രാജ്യം അതിൻ്റെ പ്രധാന നഗരമായ ഡബ്ലിനിൽ വരുത്തിയിരിക്കുന്ന ഒരു ചെറിയ മാറ്റത്തിൽ നിന്ന് ഉടലെടുത്ത, ഒരു ചെറിയ ആശയത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു വലിയ മാറ്റമാണ് നമ്മൾ മുന്നിൽ കണ്ടത്. സിറ്റിയുടെ 1 കിലോമീറ്റർ റേഡിയസിൻ്റെ ഉള്ളിൽ ഗതാഗതത്തിനെ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്ത്, ആദ്യമേ പാർഷ്യലി ആയിരുന്നു, പിന്നെ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്ത ഒരു ആശയത്തിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് 25 മുതൽ ഡബ്ലിൻ സിറ്റിയിൽ അയർലൻഡ് ഗവൺമെൻറ് പ്രാബല്യം വരുത്തി വിജയിച്ച ഒരാശയത്തിനെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മുടെ രാജ്യത്തിലെ, നമ്മുടെ കൊച്ചു കേരളത്തിലെ എറണാകുളം എന്ന ജില്ലയിൽ നമ്മൾ അനുഭവിക്കുന്ന ഗതാഗതക്കുരുക്ക് എത്രമാത്രമാണെന്ന് നമുക്കറിയാം. എന്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു ആശയം അഡാപ്റ്റ് ചെയ്തുകൂടാ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇലാബറേറ്റ് ചെയ്ത് പറയാനുള്ള ഒരു കാര്യമൊന്നുമില്ല. രാവിലെ 7 മണി ടു 7 മണിയാണ് ഇവിടുത്തെ സൈക്കിളിൻ്റെ ലെയിനിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1 കിലോമീറ്ററിന് മുമ്പിൽ പ്രൈവറ്റ് വാഹനങ്ങൾ, കാറ് പോലുള്ള പ്രൈവറ്റ് വാഹനങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്തിരിക്കണം. അതിനുവേണ്ടി സെപ്പറേറ്റ് പാർക്കിംഗ് കാര്യങ്ങളെല്ലാം അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ രാജ്യത്ത് കഴിഞ്ഞ 6 വർഷമായി താമസിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ഇന്നത്തെ കഴിഞ്ഞ 25-ാം തീയതി മുതൽ ഇവിടെ വന്നിരിക്കുന്നൊരു മാറ്റം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത്രമാത്രം വിശ്വസിക്കാൻ പറ്റാത്തൊരു തരത്തിലാണ്. കാരണം 4-3% ഗതാഗതം, ഒരു ട്രാഫിക് കൺജക്ഷൻ വെട്ടിക്കുറച്ചിരിക്കുന്നു. നമുക്ക് തന്നെ അനുഭവിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. സിറ്റിയുടെ ഉള്ളിൽ തന്നെ നമ്മൾക്ക് നേരെ റോഡ് ക്രോസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി കുറേയും കൂടി ലൈറ്ററായി, ട്രാഫിക്കൊക്കെ ഒരുപാട് ലൈറ്ററായി. എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ അതല്ലെങ്കിൽ ഇന്ത്യയിൽ ഇതുപോലുള്ളൊരു മാറ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തുകൂടാ? അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ബട്ടൺ അടിച്ചേക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യണം. നമ്മുടെ ഗവൺമെൻറ്റും ഇതുപോലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞ് ഇതുപോലുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യട്ടെ. നമ്മുടെ നാട്ടിലും മാറ്റം അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തതും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ആശയങ്ങളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും.